ആരാധ്യരായ നാട്ടുകാർ, ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തില് നമ്മുടെ ഇന്നലെകളെയും ഇന്നിനെയും നാളെയെയും ഒക്കെ പറ്റി ചിന്തിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആമുഖ പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഹൈന്ദവ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എത്രമാത്രം ഭയാനകമാണ്, ദുരിതപൂർണമാണ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഓർത്തെടുത്തു. ഈ മണ്ണില് നേരത്തെ മുൻ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ശാന്തി മന്ത്രമോദി മതമേതായാലും മനുഷ്യൻ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിച്ച, നന്നായ മനുഷ്യരെ മതം നോക്കാതെ സഹിഷ്ണുതയോടുകൂടി അംഗീകരിച്ച ഒരു നാട്ടില് നമ്മുടെ നിസ്സംഗതയും നിർവികാരതയും ഒക്കെ പലരും ഒരു ദൗർബല്യമായി മുതലെടുത്തുവോ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും ഇതെല്ലാം കാലം തീർത്തുകൊള്ളുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർക്കെതിരെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതെ ഇരുന്ന ഒരു ജനത, സ്വന്തം നാടിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകുമ്പോഴും നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പോലും പൊറുക്കാൻ ശ്രമിച്ച ഒരു ജനത. ആ ജനതയാണ് ഇന്നത്തെ നമ്മുടെ ഇത്തരത്തിലുള്ള ഗതികേടുകൾക്കൊക്കെ ഒരു പക്ഷേ തങ്ങളുടെ നിസ്സംഗതയും നിർവികാരതയും കൊണ്ട് കാരണമായി, അല്ലെങ്കിൽ കാരണം പണിതു വെച്ചത്. ഈ നാട്ടിലെ മതേതരത്വത്തിന്റെ പേരിൽ, മതസഹിഷ്ണുതയുടെ പേരില് കള്ളക്കടത്തും കള്ളനോട്ടും കള്ളപ്പണവും കുഴൽപ്പണവും കുലം കുത്തി ഒഴുകിയപ്പോൾ, ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചപ്പോൾ, അധ്വാനിച്ച് ജീവിക്കാൻ മാത്രം പഠിച്ച ഒരു ജനത, ധർമ്മത്തിലൂടെ മാത്രം അർത്ഥമുണ്ടാക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു ജനത സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നത് നമ്മൾ ഇന്നലെകളിൽ കണ്ടു. ഒരു ശവം വെക്കാൻ പോലും ഒരു ഇഞ്ച് ഭൂമി ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാമായിരുന്നു അത് ആർക്കും പടച്ചവൻ കൊടുത്ത പ്രത്യേക ഇനാമൊന്നും ആയിരുന്നില്ല ആ സമ്പത്തിന്റെ കുത്തൊഴുക്ക് എന്നുള്ളത്. മറിച്ച് കള്ളക്കടത്തും കള്ളപ്പണവും കള്ളനോട്ടും കുഴൽപ്പണവും ആയിരുന്നു ആ സാമ്പത്തികമായ കുതിച്ചുകയറ്റത്തിന് കാരണം എന്നറിയുമ്പോഴും നിസ്സംഗതയോടെ നിർവികാരതയോടെ നമ്മളിരുന്നു. ആ കള്ളപ്പണവും കുഴൽപ്പണവും കള്ളനോട്ടും കള്ളക്കടത്തും ഇവിടുത്തെ മണ്ണിനും വിണ്ണിനും വിലയിട്ടപ്പോഴും ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അതേ നിർവികാരതയോടുകൂടി അതിനെ കണ്ടു. മണ്ണിനും വിണ്ണിനും വിലയിട്ടിട്ടാണ് നേരത്തെ പറഞ്ഞ ശവം വെക്കാൻ പോലും ഒരിഞ്ച് ഭൂമിയില്ലാത്തവരായി മാറ്റപ്പെട്ടത്. ആഹാരം കഴിക്കാനുള്ള കൃഷിസ്ഥലങ്ങൾ പോലും നികത്തപ്പെട്ട മണിമാളികകൾ ഉയരുമ്പോൾ ആ പണത്തിന്റെ മേൽപോട്ടുള്ള പോക്ക് കണ്ട് അന്തം വിട്ടിരുന്നു. ശാസ്ത്രമറിയാവുന്നവർ സമാധാനിച്ചു, ചില വളർച്ച പനയെ പോലെയാണ് എന്ന്. പന മറ്റ് വൃക്ഷങ്ങളെക്കാൾ വേഗത്തിൽ വളരെ മേപ്പെട്ട്, പക്ഷേ കാതലൊന്നും പിടിക്കില്ല. ഒരു വളർച്ച ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ട്, അത് കഴിഞ്ഞാൽ പൂത്ത് നാശമായി പിന്നെ ഒന്നിനും പറ്റാത്ത കോലത്തിലാണ്. അപ്പൊ ആ പനയുടെ വളർച്ചയാണ്, ഒരിക്കലും കാതലോടില്ല എന്ന സമാധാനത്തില് പന മേലോട്ട് പോകുന്ന നോക്കി നിന്നു. മണ്ണിനും വിണ്ണിനും വിലയിട്ടപ്പോ നമ്മൾ നിർവികാരതയോടെ നിസ്സംഗതയോടെ അതിനെ സമീപിച്ചു. പക്ഷെ ഇന്ന് സ്ഥിതി ഒരല്പം മാറിയിരിക്കുന്നു. മണ്ണിനും വിണ്ണിനും വിലയിട്ട ആ കള്ളപ്പണവും കുഴൽപ്പണവും കള്ളക്കടത്തും കള്ളനോട്ടും ഒക്കെ ഇന്ന് കൈവച്ചിരിക്കുന്നത് നമ്മുടെ പെണ്ണിന്റെ മാനത്തിന്റെ വിലയിലാണ്. മണ്ണിനും വിണ്ണിനും വിലയിട്ട സഹിക്കാം, അവിടുന്ന് മുന്നോട്ട് പോകുന്ന പെണ്ണിന്റെ മാനത്തിന് വിലയിടുന്ന ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലാണ് മൗനത്തിന്റെ വാൽമീകങ്ങൾ തകർത്തുകൊണ്ട്, അഭിനയത്തിന്റെ മുഖംമൂടികൾ പിച്ചിച്ചീന്തി എറിഞ്ഞുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിൽ അതിന് നിർബന്ധമായി അല്ലെങ്കിൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ ഈ മതേതരത്വം തകർക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളെയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് എല്ലാവരും, ഇതുവരെ പറയാൻ മടിച്ചിരുന്നവർ പോലും ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. മറ്റൊന്നിനെയും പറ്റിയല്ല, നമ്മുടെ ഭാരതത്തിൽ വിശേഷിച്ച് കേരളത്തിൽ തീരെ ഇല്ലാത്ത ലവ് ജിഹാദിനെ പറ്റിയാണ്. തീരെ ഇല്ല. പറഞ്ഞത് ഞാനും നിങ്ങളൊന്നുമല്ല, നമ്മളെ മാതിരി വിവരമില്ലാത്തവരുമല്ല. എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ ശേഷിയുള്ള കേരള ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പും പറഞ്ഞു ലവ് ജിഹാദ് എന്ന ഒന്ന് ഇല്ലേ ഇല്ല. അപ്പൊ ഇല്ലാത്തൊരു വസ്തുവിനെ പറ്റിയാ പറയുന്നത്. ഒരു ദിവസം ഒരു പെൺകുട്ടിയെ എങ്കിലും പോയി കണ്ട്
ഉപദേശിച്ച് സാന്ത്വനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഇന്ന് ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാവരും. പക്ഷെ ഞങ്ങളും സമ്മതിക്കുന്നു, ഇല്ലേ ഇല്ല. ആഭ്യന്തര വകുപ്പ് പറഞ്ഞിടത്തല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുന്നത്, കേരള ആഭ്യന്തര വകുപ്പാണെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണെങ്കിലും പറഞ്ഞെന്ന് ലവ് ജിഹാദ് ഏറെക്കുറെ ദൈവത്തെ പോലെ എന്നാ പറഞ്ഞത്. എന്താ ദൈവത്തെ പോലെ? ദൈവം ഉണ്ടല്ലോ, പക്ഷെ ആർക്കെങ്കിലും തെളിവ് ഹാജരാക്കാൻ പറ്റും? ദൈവം എല്ലായിടും ഉണ്ട്. ദൈവം ഇല്ലാത്ത ഒരു ഇഞ്ച് ഭൂമിയിലെ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. പക്ഷെ ഒരാൾ തെളിവ് ചോദിച്ചാൽ ടെസ്റ്റ് ട്യൂബിലിട്ട് തെളിയിക്കാൻ പറഞ്ഞാൽ വലഞ്ഞു പോയത് തന്നെയുള്ളൂ. എത്ര സെന്റിമീറ്റർ വലിപ്പം, എത്ര കിലോയാണ് കനം, എന്താണ് നിറം, ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ദൈവം എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും അതിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്, ശക്തി അറിയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് തെളിവില്ല. ഇതുപോലെ ലവ് ജിഹാദ് എന്ന വസ്തുവിന് തെളിവേ ഇല്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേരള. അപ്പൊ ദൈവത്തെ പോലെയുള്ള ആ ഒരു സാധനത്തെ പറ്റി എല്ലായിടത്തും ഉണ്ടെങ്കിലും നമുക്ക് തെളിവില്ലാത്ത ആ സാധനത്തെ പറ്റിയാ പറയാൻ പോകുന്നത്. ആദ്യം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച കേരള ആഭ്യന്തര വകുപ്പിന് വേണ്ടി ബഹുമാനപ്പെട്ട DGP ആണ് റിപ്പോർട്ട് കൊടുത്തത്. ഇല്ല, നമ്മളെ മാതിരിയല്ല, എല്ലായിടവും അന്വേഷിച്ചു. എത്ര സ്ഥലത്ത് അന്വേഷിച്ചു, കഥയിലെ ചോദ്യമില്ല. ആ DGP കൊടുത്ത റിപ്പോർട്ട് ഒരിക്കലും തെറ്റാൻ വഴിയില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ DGP, ബഹുമാന്യനായ DGP ചില്ലറക്കാരനല്ല, ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്. തന്റെ ഭരണകാലഘട്ടത്തെ പറ്റി മാത്രമല്ല, തന്റെ കീഴിലിരിക്കുന്ന ഈ കൊച്ചു കേരളത്തെ പറ്റി മാത്രമല്ല അദ്ദേഹത്തിന് അറിയുക. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ത്രാണിയുള്ള ആളാണ് എന്ന് നമ്മൾ അടുത്ത കാലത്ത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് മറ്റാരും ഇല്ല എന്ന് പറഞ്ഞാലും DGP കൊടുത്ത റിപ്പോർട്ട് ശരി തന്നെ ആവാനേ വഴിയുള്ളൂ. കാരണം തന്റെ കാലത്തോ തന്റെ ഭരണപരിധിയിലോ ഇരിക്കുന്നതല്ല, യുഗങ്ങൾക്കപ്പുറത്തേക്കുള്ള കാലങ്ങൾ വരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ത്രാണിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ തലപ്പാതാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ കഴിവ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഓണക്കാലത്താണ്. കഴിഞ്ഞ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട DGP കടല് കയറി പറന്നു മലയാളികൾക്ക് മുന്നിൽ ഗൾഫ് നാട്ടിലെത്തി. ഗൾഫ് നാട്ടിൽ വെച്ച് മലയാളികൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആ വിവരം കണ്ട് നമ്മളൊക്കെ ബോധം കെട്ടുപോയത്. ബോധമുള്ളവനൊക്കെ ബോധം കെട്ടുപോയി. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയിരിക്കുന്ന മലയാളികളോട് മലയാളിയായ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാ പടയൊക്കെ ആയി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പും കൊണ്ട് അദ്ദേഹം അവിടെ പോയേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന വഴിക്ക് പറഞ്ഞെന്താണെന്നറിയോ? ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് ആരാന്നുള്ളതാണ്. ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് ആരാണ്, എങ്ങനെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊട്ടേഷൻ നടത്തുന്ന കൊട്ടേഷൻ നേതാവ് ആരാ? അത് ഇന്നും ഇന്നലെ ഈ കലികാലത്ത് തുടങ്ങിയതൊന്നുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് തുടങ്ങിയതുമല്ല. അതിന് പഴക്കണ്ടാന്നാണ്. യുഗങ്ങളോളം പഴക്കമുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പുറകോട്ട് പോയി. ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് മഹാവിഷ്ണു എന്നാ പറഞ്ഞത്. ആദ്യത്തെ കൊട്ടേഷൻ ടീമിന്റെ നേതാവ് എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണ്. അതാണ് വാമനാവതാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കത്തി കയറി. എന്തൊരു പുരാണ അറിവ് പാണ്ഡിത്യം ചിന്തിച്ചു നോക്കുക. ഇവിടുത്തെ കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആരാധ്യമായ സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ നിസ്സംഗതയും നിർവികാരതയും നമുക്ക് കൂട്ടിനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ പറയട്ടെ. പക്ഷേ പ്രതികരിക്കാൻ ശീലിച്ച ചിലരെങ്കിലും മനസ്സിലിട്ട് ആക്കി തൂക്കി. ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് മഹാവിഷ്ണു ആണെങ്കിൽ കൊട്ടേഷൻ മാത്രം അന്വേഷിച്ചാൽ പോരാലോ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൊട്ടേഷൻ ടീമിനെ പറ്റിയിട്ടും ഗുണ്ടാ ടീമിനെ പറ്റിയിട്ടും മാത്രം അന്വേഷിച്ചാൽ പോരാലോ. കള്ളവാറ്റും കള്ളക്കടത്തും ഒക്കെ അതിൽ പെട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ആദ്യത്തെ കള്ളവാറ്റുകാരൻ ആരായിരിക്കും? ഭൂമിയിലെ ആദ്യത്തെ കള്ളവാറ്റുകാരനെ പറ്റി അദ്ദേഹത്തിന് അറിയണമെങ്കിൽ താൻ വായിച്ചിട്ടില്ലാത്ത ഹൈന്ദവ പുരാണങ്ങൾ തപ്പി നോക്കണ്ട. ചിലപ്പോ സ്വന്തം മതഗ്രന്ഥം തന്നെ തപ്പി നോക്കിയാല് അതിനെപ്പറ്റിയുള്ള തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഗവേഷണം നടത്തിയിട്ട് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് പുറത്തു വരുമെന്ന് മലയാളി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ആദ്യമായി വെറും വെള്ളത്തെ കള്ളാക്കി മാറ്റി അല്ലെങ്കിൽ മറ്റേ ലഹരിയാക്കി മാറ്റിയത് എന്നൊക്കെ ഉള്ളതുള്ള കഥകളിലൂടെ ആദ്യത്തെ കള്ളവാറ്റുകാരനെ കണ്ടെത്തി മലയാളിക്ക് മുന്നിൽ പിടിച്ചു നിർത്തും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. നമ്മളാരും ഇത് പറഞ്ഞു ശീലിച്ചിട്ടില്ല, പറയിപ്പിച്ചു പോവുകയാണ്. അപ്പോ അതിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് DGP അന്വേഷിച്ചത് തെറ്റാവാൻ വഴിയില്ല. കാരണം തന്റെ കാലഘട്ടത്തിലും തന്റെ യുഗത്തിലും അല്ലെങ്കിൽ തന്റെ ഭരണസമയത്തിൽ മാത്രമല്ല ഒരുപാട് യുഗങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് മഹാവിഷ്ണുവിനെ പോലും കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ തക്ക ശേഷിയുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളാണ് നമ്മെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നത്, അല്ലാതെ ഏട്ടിലെ വിവരമല്ല. നമ്മുടെ മുന്നിലുള്ള ജീവിക്കുന്ന തെളിവുകളാണ്.